നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ കരുത്തിലും സമയം വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നന്നായി പരിപാലിക്കും. ഇക്കാരണത്താൽ കുടുംബത്തിൽ നിങ്ങളുടെ ബഹുമാനവും ആദരവും കൂടാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 3ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളെ മുൻപ് അറിയിക്കാതെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു അതിഥിയുടെ പെട്ടെന്നുള്ള വരവ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാം. അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിന് അവരുടെ ആതിഥ്യമര്യാദയ്ക്കും സുഖസൗകര്യങ്ങൾക്കുമായി നിങ്ങൾക്ക് ആവശ്യത്തിലധികം ചെലവഴിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും. കൂടാതെ കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയം കുറയാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചെലവഴിക്കപ്പെടാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും. ഈ ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ജോലികളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കുന്നത് മൂലം നിങ്ങളുടെ ജോലിഭാരം വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതോടൊപ്പം കൃത്യസമയത്ത് ഏതെങ്കിലും ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ പ്രതിവാര ജാതകം അനുസരിച്ച് ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കാണാനാകും. നിങ്ങൾ മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ സമയം അതിനുള്ള ഏറ്റവും മികച്ചതായിരിക്കും. കാരണം ഈ സമയത്ത് നിങ്ങളുടെ രാശിചക്രത്തെ നിരവധി ഗ്രഹങ്ങൾ അനുഗ്രഹിക്കും. അതിനാൽ നിങ്ങൾക്ക് നല്ല വിജയം ലഭിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ട സമയം ലഭിക്കില്ല. അതിനാൽ അധികമായി വൃക്തക പരിപാടികൾ ആസൂത്രണം ചെയ്യരുത്. ജോലിയിലോ കുടുംബകാര്യങ്ങളിലോ നിങ്ങൾ തിരക്കിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തളർന്നുപോകും. വിശ്രമത്തിനായി കഴിയുന്ന ഏത് അവസരവും ഉപയോഗപ്പെടുത്തുക എന്നതാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശം. ജന്മരാശിയിലെ ശുക്രസഞ്ചാരം ഭൗതിക താൽപ്പര്യങ്ങൾ വളർത്താനും സംരക്ഷിക്കാനും ഉതകും. മോഹവില കൊടുത്തും ഇഷ്ടപ്പെട്ടവ വാങ്ങാൻ തുനിയും. പിന്നീടത് വേണ്ടിയിരുന്നില്ലെന്നും തോന്നും. 3ാം ഭാവത്തിലെ ആദിത്യസഞ്ചാരത്താൽ തൊഴിലിടത്തിൽ സ്വസ്ഥതയുണ്ടാവും. തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളും. അവ നടപ്പിലാക്കുന്നതിൽ മുഖം നോക്കുകയുമില്ല. ബുധൻ 4ാമിടത്തിൽ സഞ്ചരിക്കുന്നത് ബന്ധുഗുണത്തെ സൂചിപ്പിക്കുന്നു. ഗൃഹസൗഖ്യത്തിന് ഭംഗം വരാനിടയില്ല. അക്കാദമിക കാര്യങ്ങളിൽ ഹിതോപദേശം ലഭിക്കാം. ഞായർ, ബുധൻ, വ്യാഴം ദിവസങ്ങൾക്ക് കൂടുതൽ ഊർജ്ജദായകത്വം ഉണ്ടായിരിക്കും. സുഖാനുഭവങ്ങൾക്ക് തന്നെയാവും മേൽക്കൈ. 5ാം ഭാവത്തിലെ കേതു, കുജയോഗം ആലോചനാശൂന്യത മൂലമുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാം. പരസ്യധനത്തോടൊപ്പം രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് ഹിതകരമായ അന്തരീക്ഷം തുടരപ്പെടും. വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ നല്ല അഭിപ്രായം ലഭിക്കുന്നതാണ്. ഭാവികാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവും. മകന്റെ അന്യദേശയാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും. ഗ്രഹത്തിന്റെ അറ്റകുറ്റപ്പണി നീട്ടിവച്ചേക്കും. ഞായർ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാവും. പലപ്പോഴും നിലപാടുകൾ വെളിപ്പെടുത്താതെ മൗനത്തിൽ തുടരുന്നത് കൂട്ടുകാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. പണമിടപാടുകളിൽ മിതത്വം പാലിക്കുവാനാവും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. പക്ഷേ വ്യക്തമായ ഉത്തരം ലഭിക്കുകയില്ല. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ്. കച്ചവടത്തിൽ ഉണർവുണ്ടാവും. കലാകാരന്മാർക്ക് ക്രിയാത്മക കഴിവുകൾ വളർത്താൻ നല്ല അവസരമാണിത്. പ്രണയത്തിൽ വിജയിക്കും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചം വന്നെത്തും. സ്വാധീനശക്തി വർദ്ധിക്കും. ഇടവം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 4ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാം. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് നിങ്ങൾക്ക് സ്വയം അധിക സമ്മർദ്ദം അനുഭവപ്പെടും. എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആരോടും വാഗ്ദാനം ചെയ്യരുത്. മറ്റുള്ളവരെ മാത്രം പ്രസാദിപ്പിക്കുന്നതിന് അനാവശ്യ സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കും. ഈ ആഴ്ച വിവാഹിതരായ രാശിക്കാർക്ക് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ധാരാളം പണം ചിലവഴിക്കേണ്ടിവരും. ഇക്കാരണത്താൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയുമായി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 2ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നം ഈ ആഴ്ച മെച്ചപ്പെടും. ഇതുമൂലം നിങ്ങളുടെ പല മാനസിക അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഇതിനൊപ്പം ഓഫീസിൽ നിന്ന് നേരത്തെ ജോലി പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലെത്താനും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങൾ ശ്രമിക്കും. ജോലിയുടെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ശുഭകരമായിരിക്കും. പല രാശിക്കാർക്കും ഒരു വിദേശയാത്രയ്ക്ക് ധാരാളം നല്ല അവസരങ്ങൾ ലഭിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതത്തിന് പതിവിലും അനുകൂലമായിരിക്കും. കാരണം ആഴ്ചയുടെ ആരംഭം കുടുംബജീവിതത്തിന് വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് കുടുംബാംഗങ്ങൾക്കിടയിൽ മികച്ച ഏകോപനമുണ്ടാകും. ഇതിന്റെ ഫലമായി എല്ലാ വീട്ടുജോലികളിലും നിങ്ങൾക്ക് പൂർണ്ണഹൃദയത്തോടെ പങ്കെടുക്കാൻ കഴിയും. കൂടാതെ കുടുംബ പിന്തുണ കാരണം നിങ്ങൾക്ക് വിജയിക്കും. തെറ്റുകാരനെന്ന മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിൽ നിങ്ങൾ അസ്വസ്ഥനും കോപാകുലനുമാകും. നിങ്ങൾ എത്രമാത്രം ധാർമ്മികത പുലർത്തുന്നവനാണെന്ന് ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് അവ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണിത്.
ക്ഷണങ്ങൾ നിരസിക്കാനുള്ള സമയമല്ല ഇപ്പോൾ. അവ എത്ര സാധ്യതയില്ലാത്തതായി തോന്നിയാലും പലപ്പോഴും നിലപാടുകൾ വെളിപ്പെടുത്താതെ മൗനത്തിൽ തുടരുന്നത് കൂട്ടുകാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. പണമിടപാടുകളിൽ മിതത്വം പാലിക്കുവാനാവും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. പക്ഷേ വ്യക്തമായ ഉത്തരം ലഭിക്കുകയില്ല. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ്. കച്ചവടത്തിൽ ഉണർവുണ്ടാവും. കലാകാരന്മാർക്ക് ക്രിയാത്മക കഴിവുകൾ വളർത്താൻ നല്ല അവസരമാണിത്. പ്രണയത്തിൽ വിജയിക്കും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചം വന്നെത്തും. സ്വാധീനശക്തി വർദ്ധിക്കും. കാര്യസിദ്ധിക്ക് തടസ്സം നിന്നിരുന്ന കാരണങ്ങൾ പലതും ദുർബലമാവുന്നതിനാൽ ലക്ഷ്യം നേടാനാവും. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായിരിക്കും. വാക്കുകളുടെ വശീകരണശക്തി എതിരാളികളെ അധീരരാക്കും. സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. സുഹൃത്തുക്കളിൽ ചിലരോടെങ്കിലും അകലം പാലിക്കുന്നത് നന്നായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ സാമ്പത്തിക കാരണങ്ങളാൽ തടസ്സം വരാനിടയുണ്ട്. മകളുടെ ഉപരിപഠനത്തിൽ വ്യക്തത വരുന്നതാണ്. ഞായർ, വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കുറയാം. കൂടുതൽ ശ്രദ്ധപൂർവം പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ ഒന്നിനുപിറകെ ഒന്നായി വന്നെത്തും. ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്തുണ ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. ദേഹാലസ്യം തുടർന്നുകൊണ്ടിരിക്കും. ഉദ്യോഗപർവത്തിൽ മടുപ്പ് അനുഭവപ്പെടാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്വാനം കൂടാനിടയുണ്ട്. അനുകൂലമല്ലാത്ത ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടിവരാം. കടബാധ്യത കുറയ്ക്കാനുള്ള ശ്രമം ഊർജിതമാവും. അനുരാഗത്തിൽ ആഹ്ലാദിക്കും. വെള്ളി, ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയാം. മിഥുനം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ വൈകാരികമായ മാനസികാവസ്ഥ ആയിരിക്കും. ഇക്കാരണത്താൽ മറ്റുള്ളവരുമായി പരസ്യമായി സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയും തോന്നാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വയം സമ്മർദ്ദമില്ലാതെ തുടരാൻ ഭൂതകാലത്തെ നീക്കം ചെയ്ത് ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ സ്രോതസ്സുകൾക്കായി നിങ്ങൾ തിരയുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായ സാമ്പത്തിക പദ്ധതികളിൽ മാത്രം നിക്ഷേപം നടത്തേണ്ടതാണ്. ഇതിനായി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടാം. ചില രാശിക്കാരുടെ ഇളയ സഹോദരിക്ക് ഈ ആഴ്ച അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സഹോദരിയുടെ ജോലി കാരണം കുടുംബത്തിൽ ഒരു സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ഈ സന്തോഷം ആഘോഷിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം പുറത്ത് ഒരു ചെറിയ പിക്നിക് അല്ലെങ്കിൽ അത്താഴത്തിന് പോകാൻ നിങ്ങൾ ആലോചിക്കും. ഈ സമയത്ത് അമിത ജോലി കാരണം നിങ്ങളുടെ വ്യക്തിജീവിതത്തിനായി സമയം നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനാൽ നിങ്ങൾക്ക് ധാരാളം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 10-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇതിനകം ഒരു വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു വലിയ പ്രമോഷൻ അല്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ അഭിനന്ദിക്കുകയും നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ ജോലിയെ അഭിനന്ദിക്കുകയും ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും. ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ നിരവധി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ കാണും. പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം അവർക്ക് വളരെ ഫലപ്രദമായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ വേരുകൾ ഏകദേശം 6 മാസം മുമ്പ് നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വളരെ വേഗം, ഒരുപക്ഷെ അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ആവശ്യമുള്ളതിലും ദരിദ്രരാക്കി നിർത്തിയ ഒരു ദുഷിച്ച ചക്രം തകർക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. കൂടുതൽ ശ്രദ്ധപൂർവം പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ ഒന്നിനുപിറകെ ഒന്നായി വന്നെത്തും. ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്തുണ ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. ദേഹാലസ്യം തുടർന്നുകൊണ്ടിരിക്കും. ഉദ്യോഗപർവത്തിൽ മടുപ്പ് അനുഭവപ്പെടാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്വാനം കൂടാനിടയുണ്ട്. അനുകൂലമല്ലാത്ത ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടിവരാം. കടബാധ്യത കുറയ്ക്കാനുള്ള ശ്രമം ഊർജിതമാവും. അനുരാഗത്തിൽ ആഹ്ലാദിക്കും. വെള്ളി, ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയാം. ചില പ്രശ്നങ്ങൾ തനിയെ പരിഹരിക്കേണ്ടിവരും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയില്ല. 3-4 ഗ്രഹങ്ങൾ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ഒക്കെയായി സഞ്ചരിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും സാധ്യതയുണ്ട്. ഗവേഷകർക്ക് എഴുതിക്കഴിഞ്ഞ പ്രബന്ധം തിരുത്തേണ്ടി വരുന്നതാണ്. അന്യനാട്ടിലേക്ക് പഠന, തൊഴിൽ യാത്രകൾ ആവശ്യമാവും. ഗാർഹികമായ ആവശ്യങ്ങൾ, ആശുപത്രി ചെലവുകൾ എന്നിവ വരാം. എന്നാലും അപ്രതീക്ഷിത സഹായങ്ങളും പിന്തുണയും വന്നെത്തുന്നതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നൈപുണ്യം പുലർത്തും. ബന്ധുസമാഗമവും തീർത്ഥാടനത്തിനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായി ശോഭിക്കാനാവും. പകരക്കാരുടെ പ്രവൃത്തികളിൽ തൃപ്തിയുണ്ടാവും. ബിസിനസ് വിപുലീകരണത്തിനും പാർട്ട്ണർമാരെ ചേർക്കുന്നതിനും ഇപ്പോൾ ഉചിത സന്ദർഭമല്ലെന്ന് ഓർമ്മിക്കുക. ഊഹക്കച്ചവടത്തിൽ കരുതലുണ്ടാവണം. ധനകാരകനായ വ്യാഴം മൗഢ്യത്തിലാകയാൽ പണച്ചെലവിൽ നിയന്ത്രണം വേണം. പാരിതോഷികങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഒപ്പം ആഡംബര ചെലവുകൾക്കും സാധ്യത കാണുന്നു. ദൂരദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് യാത്രാതടസ്സം ഉണ്ടാവാം. കർക്കിടകം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആസ്വദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ സമയത്ത് രാശിക്കാർ അവരുടെ മോശം ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഈ ആഴ്ച നടപ്പിലാക്കും. അത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ലാഭം നൽകും.
ഇത് നിങ്ങളുടെ പണം സ്വരൂപിക്കുന്നതിന് സഹായിക്കും, ഒപ്പം നിങ്ങളുടെ ഭാവിയിൽ ബാങ്ക് ബാലൻസിലേക്ക് കുറച്ചു ചേർക്കാനും കഴിയും. നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടപെടൽ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. അതുമൂലം ഈ ആഴ്ച നിങ്ങൾക്ക് ദേഷ്യം തോന്നാം. അതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ അംഗങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവവും അല്പം പരുഷമാകും. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംവദിക്കാനും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനും ഈ ആഴ്ച നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ എന്തിനാണ് നിങ്ങളോട് ഇത്ര മോശമായി സംസാരിച്ചത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ അറിഞ്ഞാലുടൻ നിങ്ങളുടെ മനസ്സിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ഈ സമയത്ത് അവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഈ ആഴ്ച ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾ അനാവശ്യ സംശയം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ പരിഹരിക്കുന്നതാണ് നല്ലത്. ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പ്രവേശനം നേടുന്നതിലൂടെ നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കുക. അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും പതിയെ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കാൻ പോകുന്നു. എല്ലാവരെയും സംവേദനക്ഷമതയുള്ളവരാക്കാനും അസ്വസ്ഥരാക്കാനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വശത്തേക്ക് നടക്കുക എന്ന തന്ത്രം പ്രയോഗിക്കാനും ഇത് സമയമല്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ സ്വീകരിക്കണം. ബന്ധുസമാഗമവും തീർത്ഥാടനത്തിനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായി ശോഭിക്കാനാവും. പകരക്കാരുടെ പ്രവൃത്തികളിൽ തൃപ്തിയുണ്ടാവും. ബിസിനസ് വിപുലീകരണത്തിനും പാർട്ട്ണർമാരെ ചേർക്കുന്നതിനും ഇപ്പോൾ ഉചിത സന്ദർഭമല്ലെന്ന് ഓർമ്മിക്കുക. ഊഹക്കച്ചവടത്തിൽ കരുതലുണ്ടാവണം. ധനകാരകനായ വ്യാഴം മൗഢ്യത്തിലാകയാൽ പണച്ചെലവിൽ നിയന്ത്രണം വേണം. പാരിതോഷികങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഒപ്പം ആഡംബരച്ചെലവുകൾക്കും സാധ്യത കാണുന്നു. ദൂരദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് യാത്രാതടസ്സം ഉണ്ടാവാം. വാരത്തിലെ 1-2 ദിവസങ്ങൾ ഒഴികെ ബുധൻ, വ്യാഴം അനുകൂല ഫലങ്ങൾ കൈവരും. സുഖഭോഗങ്ങൾ, പാരിതോഷിക ലബ്ധി എന്നിവയുണ്ടാവും. ലഘുയാത്രകളാൽ നേട്ടങ്ങൾ കരഗതമാവും. ബിസിനസ്സിൽ നിന്നും ധനാഗമമുയരും. വാഗ്ദാനങ്ങൾ നിറവേറ്റാനാവുകയാൽ മനസ്സമാധാനം വന്നെത്തുന്നതാണ്. കൂടപ്പിറപ്പുകളുടെ സഹായം ലഭിക്കും. അന്യനാട്ടിൽ കഴിയുന്ന ഉറ്റവരെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടാം. ദാമ്പത്യകലഹങ്ങളിൽ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കും. കഫജന്യ രോഗങ്ങൾ വർദ്ധിച്ചേക്കാം. വാക്കുകളിൽ കരുതൽ വേണ്ടതുണ്ട്. സ്വന്തം കഴിവുകൾ നന്നായി പ്രയോജനപ്പെടുത്താനും പരാശ്രയത്വം കുറക്കാനുമാവും. ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടുന്നതായിരിക്കും. ദൂരദിക്കിൽ കഴിയുന്ന ഉറ്റവരെക്കുറിച്ച് ശുഭവാർത്തകൾ കേൾക്കാറാവും. കൈവായ്പകൾ മടക്കിക്കിട്ടാം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ചെലവേറാനിടയുണ്ട്. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ അകലം പാലിക്കുന്നതാവും ഉചിതം. യാത്രകൾ ദേഹക്ലേശം വരുത്തിയേക്കാം. സാമ്പത്തികമായി അമളി പിണയാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്. ചൊവ്വയും കേതുവും വാക്സ്ഥാനത്തുള്ളതിനാൽ പരുഷവാക്കുകൾ ചിലപ്പോൾ ബന്ധങ്ങളുടെ ശൈഥില്യത്തിന് കാരണമായേക്കാം. ചിങ്ങം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ചില സുപ്രധാന ജോലികളിൽ വിജയിച്ചാലും നിങ്ങളുടെ ഊർജ്ജനില കുറയും. ഇതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. ഈ ആഴ്ച നിങ്ങളുടെ പണം എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരും ആഴ്ചയിൽ ഇത് കാരണം നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആഴ്ച ഏതെങ്കിലും വീട്ടിലെ അംഗത്തോടോ നിങ്ങളുടെ ഏതെങ്കിലും ചങ്ങാതിമാരോടോ നിങ്ങളുടെ വികാരങ്ങൾ പങ്കിടാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മുതലെടുത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കും. അതിനാൽ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക. ഈ സന്ദർഭത്തിൽ അവരുമായി ഒരു യാത്ര ആസൂത്രണം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയാത്തതാണെങ്കിൽ ആരോടും ഒരു വാഗ്ദാനവും നൽകരുത്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തടസ്സങ്ങൾ കാരണം ചില ജോലികൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പഠനവും എഴുത്തും കൂടാതെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. അതിനാൽ എല്ലാത്തിലും പങ്കെടുത്ത് നിങ്ങളുടെ മികച്ച പ്രകടനം നൽകുക. ഒരു പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഈ സമയം മികച്ചതായിത്തീരും. ഇത് നിസ്വാർത്ഥവും ജീവകാരുണ്യപരവുമായ ഒരു ഘട്ടമാണെന്ന് മുൻ പ്രസ്താവനകളും പ്രവചനങ്ങളും ഇപ്പോൾ ആവർത്തിക്കാൻ മാത്രമേ കഴിയൂ. അതിനാൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾ രണ്ടാമതായി വയ്ക്കണമെന്ന് തീരുമാനിക്കുക. കൂടുതൽ പ്രധാനപ്പെട്ട ഒരേയൊരു കാര്യം നിങ്ങളുടെ ശാരീരിക ക്ഷേമമാണ്. പ്രവർത്തനത്തിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വരാം, എങ്കിലും വിജയിക്കാൻ ധാരാളം സാഹചര്യങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മേലധികാരികൾ ശ്രദ്ധാപൂർവം ചെവിക്കൊള്ളും. പാരമ്പര്യ തൊഴിലുകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അണികളുണ്ടാവും. കുടുംബക്ഷേത്രത്തിൽ തൊഴാനും ദൈവസമർപ്പണങ്ങൾക്കും അവസരം കിട്ടിയേക്കും. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇവയിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാവും. നക്ഷത്രാധിപൻ ശുക്രൻ ഭാഗ്യഭാവത്തിൽ തുടരുകയാൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അർഹതയുള്ളവയും ചിലപ്പോൾ അനർഹങ്ങളായിട്ടുള്ളവയും കരഗതമാവാം. ഔദ്യോഗിക മേഖലയിൽ വളർച്ച തുടരുന്നതാണ്. തൊഴിലിടത്തിൽ സ്വാധീനമേറും. രാഷ്ട്രീയ പദവികൾ തേടി വരാം. പുതിയ ജോലി ലഭിച്ചെന്നും വരാം.
വിദ്യാർത്ഥികൾ അന്യനാട്ടിൽ പഠനത്തിന് ചേരാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് മുൻകൈയെടുക്കും. കുടുംബകാര്യങ്ങളിൽ പൂർണ്ണസംതൃപ്തി പറയാനാവില്ല. വാരാന്ത്യ ദിവസങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ വരാനിടയുണ്ട്. കൃത്യനിഷ്ഠ, സമയനിഷ്ഠ ഒക്കെ പ്രശംസിക്കപ്പെടും. ചെയ്യുന്ന തൊഴിലിൽ സംതൃപ്തിയുണ്ടാവും. ബിസിനസ്സിൽ ലാഭം ഉയരുന്നതായിരിക്കും. ബന്ധുവിന്റെ ധനശോച്യത പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ശത്രുക്കളുടെ രഹസ്യപ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതാണ്. വ്യവഹാരങ്ങൾക്കുള്ള സാഹചര്യം വരാം. പക്ഷേ അനുരഞ്ജനത്തിന് മുതിരുകയാവും ഇപ്പോൾ ഗുണകരം. വാഗ്ദാനങ്ങൾ പാലിക്കാനാവും. പ്രണയികൾക്കിടയിൽ തെറ്റിദ്ധാരണ വരാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. ഞായറും തിങ്കളും ശനിയും സമ്മിശ്രഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. കന്നി രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ സമയത്ത് നിങ്ങൾ എല്ലാ ജോലികളും പൂർണ്ണ ശക്തിയോടെ ചെയ്യാനും നല്ല ആരോഗ്യം ആസ്വദിക്കാനും കഴിയും. ഇതുകൂടാതെ ഏതെങ്കിലും രോഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും ഇല്ലാതാകും. ഈ ആഴ്ച നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ സ്വരൂപിച്ച പണത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടിവരും. ഇതിനിടയിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ടാകാം. ഈ ആഴ്ച നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീട് അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പണം വീടിന്റെ അലങ്കാരത്തിനായി ചെലവഴിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയെ ബാധിക്കുകയില്ല. കൂടാതെ നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ ബഹുമാനവും ലഭിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 7ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ജോലിസ്ഥലത്ത് കോപാകുലരാകും. ഇക്കാരണത്താൽ അവർ നിങ്ങളുടെ എല്ലാ ജോലികളിലെയും തെറ്റുകൾക്കായി നിരന്തരം അന്വേഷിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മനോവീര്യം തകർക്കുന്നതിനും ഇടയാക്കും. മാത്രമല്ല, ചില സമയങ്ങളിൽ മറ്റ് സഹപ്രവർത്തകരുമായി നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം. പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ ആഴ്ച ക്ഷമയോടെ അവരുടെ കഠിനാധ്വാനം തുടരേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രമങ്ങൾ വിജയകരമാകും. ഈ ആഴ്ചയിലെ നക്ഷത്രങ്ങൾ എല്ലാ കന്നിരാശിക്കാരെയും നോക്കി പുഞ്ചിരിക്കുന്നു. ഇത് സൃഷ്ടിപരമായ ലക്ഷ്യങ്ങളെയും കലാപരമായ കഴിവുകളെയും ഉത്തേജിപ്പിക്കുന്നു. ഈ അത്ഭുതകരമായ രാശിയിൽ ജനിച്ച എല്ലാവരും ആകർഷകമായ സാമൂഹിക അനുഭവങ്ങളുടെ ഒരു പരമ്പരയിലേക്കാണ് നീങ്ങുന്നത്. എല്ലാം നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് ഒരു വന്യമായ വിനോദയാത്ര, അടുത്ത നിമിഷം ശാന്തമായ ഒരു രാത്രി ആസ്വദിക്കാൻ കഴിയും. കൃത്യനിഷ്ഠ, സമയനിഷ്ഠ ഒക്കെ പ്രശംസിക്കപ്പെടും. ചെയ്യുന്ന തൊഴിലിൽ സംതൃപ്തിയുണ്ടാവും. ബിസിനസ്സിൽ ലാഭം ഉയരുന്നതായിരിക്കും. ബന്ധുവിന്റെ ധനശോച്യത പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ശത്രുക്കളുടെ രഹസ്യപ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതാണ്. വ്യവഹാരങ്ങൾക്കുള്ള സാഹചര്യം വരാം. പക്ഷേ അനുരഞ്ജനത്തിന് മുതിരുകയാവും ഇപ്പോൾ ഗുണകരം. വാഗ്ദാനങ്ങൾ പാലിക്കാനാവും. പ്രണയികൾക്കിടയിൽ തെറ്റിദ്ധാരണ വരാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. ഞായറും തിങ്കളും ശനിയും സമ്മിശ്രഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അഷ്ടമരാശി തുടരുകയാൽ ഞായറാഴ്ചയ്ക്ക് ശുഭത്വം കുറവായിരിക്കും. തിങ്കൾ മുതൽ അനുകൂല ഫലങ്ങൾ വന്നെത്തും. കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും ലഭിക്കാം. സാമ്പത്തികമായി ആശ്വസിക്കാനാവും. അസുഖക്ലേശിതർക്ക് സ്വാസ്ഥ്യം ഉണ്ടാവുന്നതാണ്. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനകൾക്ക് സാധ്യത കാണുന്നു. കഴിവ് അംഗീകരിക്കപ്പെടും. ഗൃഹത്തിൽ സമാധാനം നിറയുന്നതാണ്. ക്ഷേത്രദർശനം, സമർപ്പണങ്ങൾ ഇവയ്ക്ക് അവസരം ലഭിക്കും. ഉന്നതാധികാരികളുടെ വിശ്വാസമാർജിക്കാനാവും. ബന്ധങ്ങൾ ദൃഢമാവുന്നതാണ്. ആരംഭിച്ച ദൗത്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകും. കരുതിയതിലുമധികം സഹായവും സഹകരണവും വന്നെത്തും. മത്സരാധിഷ്ഠിതമായ കരാർ നേടുന്നതിൽ വിജയിക്കുന്നതാണ്. കുടുംബസുഖം, ഭോഗസുഖമൊക്കെ സ്വാഭാവികമായി തന്നെ പ്രതീക്ഷിക്കാം. കന്നിക്കൂറുകാർക്ക് ഞായറും തുലാക്കൂറുകാർക്ക് തിങ്കളും ചൊവ്വയും ഗുണം കുറയുന്നതാണ്. ആത്മവിശ്വാസം വേണ്ടത്രയുണ്ടാവും. കന്നിക്കൂറുകാർക്ക് ചെലവുകൾ നിയന്ത്രിക്കുക ക്ലേശകരമായേക്കും. തുലാക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായമുണ്ടാവും. സഹോദരരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കും. തുലാം രാശി. ഈ ആഴ്ച മധുരമുള്ള കാര്യങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും. അത് നിങ്ങൾ നിറവേറ്റും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 5ാം ഭാവത്തിൽ വരുന്നതിനാൽ എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ മോഹങ്ങൾക്ക് നിങ്ങൾക്ക് ദീർഘകാല പ്രമേഹമോ ശരീരഭാരം വർദ്ധിക്കുന്നതിനോ കാരണമാകുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പണം ആവശ്യമാണ്. ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ സ്വത്ത് സ്വരൂപിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കില്ല. ഇതുവരും സമയത്ത് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നമുണ്ടാക്കും. ഈ ആഴ്ചയിലുടനീളം അടുത്ത ബന്ധുവുമായുള്ള ഏതെങ്കിലും അനാവശ്യ കാര്യത്തെച്ചൊല്ലിയുള്ള വഴക്ക് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചില അസ്വസ്ഥതകൾക്കും കാരണമാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നതിനാൽ പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന രാശിക്കാർക്ക് ഈ കാലയളവിൽ എല്ലാത്തരം മുൻകാല നഷ്ടങ്ങളും മറികടക്കാൻ സഹായിക്കും. ഈ സമയം നിങ്ങളുടെ ജോലിക്ക് വളരെ മികച്ചതായിരിക്കും. അതിനാലാൽ നിങ്ങൾ ശരിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് നിരവധി വലിയ വ്യക്തികളെ കണ്ടുമുട്ടുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങൾക്ക് അല്പം ക്ഷീണം തോന്നാം. അതിനാൽ നിങ്ങൾക്ക് പഠനത്തിൽ മടുപ്പുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പുസ്തകം വായിക്കുന്നതും സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
പ്രധാനപ്പെട്ട അറ്റകുറ്റപ്പണികൾ, അലങ്കാരം തുടങ്ങിയ നിങ്ങളുടെ സ്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുന്നോട്ടു പോകുക. ആരും നിങ്ങളെ ദുർബലപ്പെടുത്താൻ അനുവദിക്കരുത്, പ്രത്യേകിച്ച് എല്ലാം വളരെ നന്നായി നടക്കാൻ പോകുന്നതിനാൽ. പദ്ധതികൾ സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അതിൽ ഇടപെടാവൂ. ആരംഭിച്ച ദൗത്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകും, കരുതിയതിലുമധികം സഹായവും സഹകരണവും വന്നെത്തും. മത്സരാധിഷ്ഠിതമായ കരാർ നേടുന്നതിൽ വിജയിക്കുന്നതാണ്. കുടുംബസുഖം, ഭോഗസുഖമൊക്കെ സ്വാഭാവികമായി തന്നെ പ്രതീക്ഷിക്കാം. കന്നിക്കൂറുകാർക്ക് ഞായറും തുലാക്കൂറുകാർക്ക് തിങ്കളും ചൊവ്വയും ഗുണം കുറയുന്നതാണ്. ആത്മവിശ്വാസം വേണ്ടത്രയുണ്ടാവും. കന്നിക്കൂറുകാർക്ക് ചെലവുകൾ നിയന്ത്രിക്കുക ക്ലേശകരമായേക്കും. തുലാക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായമുണ്ടാവും. സഹോദരരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കും. ദുർഘടങ്ങളെ സഹജമായ പ്രായോഗികതയാലും ക്ഷമയാലും മറികടക്കും. ആത്യന്തിക നേട്ടത്തിന് പുനർശ്രമങ്ങൾ ആവശ്യമായി വരാം. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ചേരാൻ അനുമതി കിട്ടുന്നതായിരിക്കും. ഒഴിവുകാലം ആസ്വദിച്ചു തീർന്നില്ലെന്ന തോന്നലുണ്ടാവും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യും. മേലുദ്യോഗസ്ഥരുടെ പ്രവൃത്തികളോടുള്ള അനിഷ്ടം സഹപ്രവർത്തകരോട് പങ്കുവെക്കുന്നതാണ്. രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. ഞായർ മുതൽ ചൊവ്വ വരെ ചെലവേറും. അഷ്ടമരാശിയാകയാൽ കരുതൽ വേണം. വിശ്വസിക്കുന്ന നിലപാടുകളിൽ ഉറച്ചുനിൽക്കും. അതിന്റെ പേരിൽ സഹപ്രവർത്തകരോട് കലഹിച്ചേക്കാം. പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കാൻ വന്നെത്തുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ വിജയിക്കും. പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടിവരും. വിദ്യാഭ്യാസത്തിനുള്ള വായ്പ ലഭിച്ചേക്കാം. ഭൂമിയോ പഴയ വീടോ വിൽക്കുന്നതിനുള്ള അഡ്വാൻസ് കൈപ്പറ്റിയേക്കും. ഏജൻസി ഏർപ്പാടുകൾ വിപുലീകരിക്കുന്നതിന് ശ്രമം തുടരും. ദാമ്പത്യത്തിൽ കലഹസ്വരം ഉയരാം. വൃശ്ചികം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ജോലിയിലെ സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ചില ചെറിയ അസുഖങ്ങൾ നേരിടേണ്ടിവരാം. അതിനാൽ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകാനും വിശ്രമിക്കാനും സുഹൃത്തുക്കളുമായും കുടുംബവുമായും കുറച്ച് നല്ല സമയം ചെലവഴിക്കാനും ശ്രമിക്കുക. സാധ്യമെങ്കിൽ അവരോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാനും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. മുൻകാലങ്ങളിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ നിങ്ങൾ അകപ്പെട്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കും. സാഹചര്യം വഷളാകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് നിയമപരമായ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ അകപ്പെടില്ല. അതിനാൽ പണവുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും വളരെ ബുദ്ധിപരമായി എടുക്കുക. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എല്ലായ്പ്പോഴും നിരവധി തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ ഈ ആഴ്ച നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനാൽ എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ഒഴിവാക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 5-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ ജോലി സംബന്ധമായ ഒരു യാത്ര പോകേണ്ടിവരും. എന്നാൽ ഈ യാത്ര നിങ്ങൾക്ക് പ്രതികൂലമാകാം. ഈ സമയത്ത് നിങ്ങൾക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെടാം. നിങ്ങളുടെ ഊർജ്ജവും സമയവും പാഴാകുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണമായിത്തീരും. ഈ ആഴ്ച നിങ്ങൾ മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഇതൊക്കെയാണെങ്കിലും ഈ സമയത്ത് നിങ്ങൾ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയത്തിന്റെ മികച്ച നേട്ടത്തിനായി വിഷയങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഏതെങ്കിലും സാമ്പത്തിക പങ്കാളിത്തം ലാഭകരമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മനോഹരമായ വസ്തുക്കൾ നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റിലുണ്ട്. നിങ്ങൾ ഇപ്പോഴും പണമിടപാടുകളിൽ ഒരു PET നിലനിർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ യാത്രാ താരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയേക്കാൾ ശക്തരാണ്. അതിനാൽ മുന്നോട്ടു പോകുക, അല്ലെങ്കിൽ കുറഞ്ഞത് പദ്ധതികൾ തയ്യാറാക്കുക. വിശ്വസിക്കുന്ന നിലപാടുകളിൽ ഉറച്ചുനിൽക്കും. അതിന്റെ പേരിൽ സഹപ്രവർത്തകരോട് കലഹിച്ചേക്കാം. പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കാൻ വന്നെത്തുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ വിജയിക്കും. പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടിവരും. വിദ്യാഭ്യാസത്തിനുള്ള വായ്പ ലഭിച്ചേക്കാം. ഭൂമിയോ പഴയ വീടോ വിൽക്കുന്നതിനുള്ള അഡ്വാൻസ് കൈപ്പറ്റിയേക്കും. ഏജൻസി ഏർപ്പാടുകൾ വിപുലീകരിക്കുന്നതിന് ശ്രമം തുടരും. ദാമ്പത്യത്തിൽ കലഹസ്വരം ഉയരാം. വാഗ്ദാനങ്ങൾ പാലിക്കാനാവും. എന്നാൽ തിരിച്ചു വാഗ്ദാനലംഘനം ഉണ്ടാവുന്നതാണ്. കരാറുകൾ പുതുക്കിക്കിട്ടാം. അതിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിയുകയാവും ഉചിതം. വാരാത്യം യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാവുന്നതാണ്. മകന്റെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് പോംവഴി കണ്ടെത്തുവാനാവും. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് കൂടുതൽ ചെലവുണ്ടാകും. അധികാരികളെ ഉപദേശിക്കുന്നതിന് മുതിർന്നേക്കും. രഹസ്യങ്ങൾ കൂട്ടുകാരോട് പങ്കുവെക്കുന്നത് കരുതലോടെ വേണം. പ്രതീക്ഷിച്ച പ്രോജക്റ്റുകൾ ലഭിച്ചേക്കാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടുന്നതിനിടെയുണ്ട്. ബിസിനസ് വിപുലീകരണം സംബന്ധിച്ച ചർച്ചകൾക്ക് ദിശാബോധമുണ്ടാവും. വിദേശത്തു കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ തുടരപ്പെടാം. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. സംഘടനാ രംഗത്തോട് വിരക്തി തോന്നും. എന്നാൽ പദവിയിൽ തുടരാൻ സമ്മർദ്ദമുണ്ടാവും. ബന്ധുസമാഗമം മനസ്സന്തോഷത്തിന് കാരണമാവും. ധനുരാശി. ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. ഇതുമൂലം നിങ്ങളുടെ ആരോഗ്യം മികച്ചതാക്കാൻ നിങ്ങൾ കുറച്ച് ശ്രമം നടത്തും. നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെയിരിക്കാൻ ഈ സമയം കഴിയും.
നിക്ഷേപത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 7-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ നടത്തിയ ഓരോ നിക്ഷേപവും പിന്നീട് നിങ്ങൾക്ക് ഗണ്യമായ വരുമാനം നൽകും. ഈ സമയത്ത് നിങ്ങളുടെ ധനകാര്യങ്ങൾ അനുകൂല അവസ്ഥയിലായിരിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കുടുംബങ്ങളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യും. എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. ഈ സമയത്ത് ചില ദമ്പതികൾക്ക് ഒരു പിക്നിക്ക് പോകാം. ഈ ആഴ്ച ബിസിനസ്സുകാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെക്കുറിച്ചും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. വിദ്യാഭ്യാസം ഒരു വിദ്യാർത്ഥിക്ക് അനിവാര്യമായതുപോലെ നല്ല ശരീരവും ഉറക്കവും അത്യാവശ്യമാണ്. എന്നാൽ ആവശ്യത്തിലധികം ഉറങ്ങുന്നത് ഈ ആഴ്ച ചില വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ തുടക്കം മുതൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടമോ മറ്റേതെങ്കിലും സാമ്പത്തിക ഭാഗ്യമോ നൽകാം. അങ്ങനെയല്ലെങ്കിൽ എവിടെയോ എന്തോ പ്രശ്നം ഒളിച്ചിരിക്കുന്നതായി കരുതണം. ഒരു പരിധിവരെ ഭാഗ്യം നഷ്ടങ്ങളാൽ സന്തുലിതമാകാം, പക്ഷേ അതിന്റെ ഫലം വിലമതിക്കുന്നതായിരിക്കണം. അത് നിങ്ങളെ വളരെയധികം സുഖപ്പെടുത്തും. വ്യാപാര സംബന്ധമായി പുഷ്ടിയുള്ള കാലമാണ്. പല വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടാം. രഹസ്യ ശത്രുക്കളെ സൂക്ഷിക്കണം. ബിസിനസ് തന്ത്രങ്ങൾ ചോരാനിടയുണ്ട്. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണം. കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ തേടി വരുന്നതാണ്. സ്വജനങ്ങളുമായി കലഹത്തിനിടയുണ്ട്. അന്യദേശ യാത്രകൾക്ക് അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടിവന്നേക്കും. മകളുടെ വിവാഹകാര്യത്തിൽ ഏകദേശ ധാരണ വരും. രോഗക്ലേശിതർക്ക് ഉപരി ചികിത്സ ആവശ്യമാവുന്നതാണ്. വെള്ളി, ശനി അഷ്ടമരാശി ദിവസങ്ങളാകയാൽ കരുതൽ വേണം. ഉദ്യോഗസ്ഥർ തുറന്ന ചർച്ചകളിലും സമാലോചനകളിലും ഏർപ്പെടുന്നതാണ്. പ്രശ്നപരിഹാരം അവയിലൂടെ ഉരുത്തിരിയുന്നതായിരിക്കും. ഗൃഹസൗഖ്യവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാവും. ന്യായമായ വിശ്രമം ഭവിക്കും. കൂട്ടുകച്ചവടത്തിൽ വീണ്ടും താൽപ്പര്യമുണ്ടാവും. മകന്റെ പഠനപുരോഗതി സന്തോഷമേകും. യാത്രകൾ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ക്ഷേത്രദർശനാദികൾക്ക് മുടക്കം വരില്ല. ഷോപ്പിംഗിന് സമയം കണ്ടെത്തും. കലാപ്രവർത്തനത്തിന് സന്ദർഭം ഒത്തുകിട്ടും. വെള്ളി, ശനി ദിവസങ്ങൾ അഷ്ടമരാശിയാകയാൽ കരുതൽ വേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും ബുദ്ധിയുണർന്ന് പ്രവർത്തിക്കേണ്ടതായി വരും. പ്രശ്നങ്ങൾ അപ്പോഴപ്പോൾ പരിഹരിച്ചു പോകുന്ന രീതി ഗുണം ചെയ്യും. പകരക്കാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് ആശാസ്യമാവില്ല. ഇഷ്ടവസ്തുക്കൾ മോഹവില കൊടുത്ത് വാങ്ങിയേക്കും. കുടുംബത്തിൽ സമാധാനം സമ്മിശ്രമാവും. തൊഴിൽ തേടുന്നവർക്ക് ദിവസവേതന ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പരനിന്ദയിൽ നിന്നും ഉപജാപത്തിൽ നിന്നും മനസ്താപമുണ്ടാവും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെട്ടേക്കാം. മുന്തിയ ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം, ഭോഗസുഖം എന്നിവ അനുഭവിക്കുന്നതാണ്. മകരം രാശി, ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തെ ഓർത്ത് അത്ര അധികം വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റു ജോലികളുമായി തിരക്കിലായിരിക്കുമ്പോൾ ഡോക്ടറിൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കുന്നതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 6-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയിൽ ഏതെങ്കിലും സാമ്പത്തിക തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ സമയം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും. ഇതിന്റെ സഹായത്തോടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രം നിങ്ങളുടെ ബുദ്ധിയും സ്വാധീനവും ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു തെറ്റായ ചിത്രം രൂപപ്പെടും. അതിനാൽ വീട്ടിലെ ആളുകളുമായി സംഭാഷണത്തിനിടയിൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ജോലിസ്ഥലത്തെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മുൻതർക്കങ്ങളെല്ലാം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതുമൂലം നിങ്ങളുടെ പ്രതിച്ഛായ ഉയരും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാവിയിലും ശമ്പള വർധനവിന് സാധ്യത വർദ്ധിക്കും. ആഴ്ചയുടെ ആരംഭം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും. അവസാനത്തോടെ നിങ്ങൾക്ക് സാധാരണയേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിയും. അതിനുശേഷം ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ചെറിയ വെല്ലുവിളികൾ നേരിടേണ്ടിവരും. പഠനങ്ങളിൽ നിങ്ങളുടെ ഏകാഗ്രതയും താൽപ്പര്യവും നിലനിർത്താനും ആരോഗ്യത്തെ പരിപാലിക്കാനും കഴിയുന്നത്ര മാനസിക സമ്മർദ്ദം മാറ്റിവെക്കേണ്ടതാണ്. ഏതോ വിചിത്രമായ രീതിയിൽ ലോകത്തിലെ സംഭവങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളെയും പിരിമുറുക്കങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ പോകുന്നു. ഇത് അങ്ങനെയാകാൻ യുക്തിസഹമായ ഒരു കാരണവുമില്ല. നിങ്ങൾ വാരാന്ത്യത്തിൽ കഠിനമായി ജോലി ചെയ്യുന്നുണ്ടാകാം. പല കാര്യങ്ങളിലും ബുദ്ധിയുണർന്ന് പ്രവർത്തിക്കേണ്ടതായി വരും. പ്രശ്നങ്ങൾ അപ്പോഴപ്പോൾ പരിഹരിച്ചു പോകുന്ന രീതി ഗുണം ചെയ്യും. പകരക്കാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് ആശാസ്യമാവില്ല. ഇഷ്ടവസ്തുക്കൾ മോഹവില കൊടുത്ത് വാങ്ങിയേക്കും. കുടുംബത്തിൽ സമാധാനം സമ്മിശ്രമാവും. തൊഴിൽ തേടുന്നവർക്ക് ദിവസവേതന ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പരനിന്ദയിൽ നിന്നും ഉപജാപത്തിൽ നിന്നും മനസ്താപമുണ്ടാവും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെട്ടേക്കാം. മുന്തിയ ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം, ഭോഗസുഖം എന്നിവ അനുഭവിക്കുന്നതാണ്. ആഗ്രഹസാഫല്യത്തിന് പല കടമ്പകളുണ്ടാവും. എങ്കിലും തൊഴിൽ രംഗം ശാന്തമാവുന്നതാണ്. മനസ്സിന്റെ ലഘുത്വം മാറ്റിവെക്കേണ്ടിവരും. മേലധികാരികളുടെ പിന്തുണ കിട്ടും.
യാത്രകൾ മാനസിക സന്തോഷത്തിന് കാരണമാകുന്നതാണ്. അന്യനാട്ടിൽ ഉപരിപഠനത്തിന് അവസരം തെളിഞ്ഞേക്കും. ദേഹക്ഷീണം, ആലസ്യം ഇവ അനുഭവപ്പെടാം. കരുതിയതിലും ധനം ചെലവഴിയാനിടയുണ്ട്. ഗൃഹോപകരണങ്ങളോ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ സാധ്യത കാണുന്നു. പ്രണയികൾക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. അതിഥി സൽക്കാരത്തിനും സമയം കണ്ടെത്തുന്നതാണ്. നക്ഷത്രാധിപനായ കുജന് കേതുയോഗമുള്ളതിനാൽ സുഗമമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും തടസ്സങ്ങൾ വരുന്നതിനിടയുണ്ട്. അതിനാൽ അമിതമായ ആത്മവിശ്വാസം നന്നല്ല. കൂട്ടുകെട്ടിൽ നിന്നും കൈപ്പുരസം അനുഭവിക്കേണ്ടി വന്നേക്കും. തൊഴിൽ രംഗത്ത് സാമാന്യം തൃപ്തിയുണ്ടാവും. മേലധികാരിയുടെ വിശ്വാസ്യതയാർജിക്കും. പുതിയ പ്രോജക്റ്റുകളുടെ ചുമതല ലഭിക്കുന്നതാണ്. കാര്യാലോചനകളിൽ അംഗീകാരമുണ്ടാവും. കുംഭക്കൂറുകാരുടെ ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിന് ഏറ്റവും പ്രസക്തിയുള്ള സന്ദർഭമാണിപ്പോൾ. ഊഹക്കച്ചവടത്തിൽ കരുതലുണ്ടാവണം. കുംഭം രാശി, ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. ഇതുമൂലം നിങ്ങളുടെ ആരോഗ്യം മികച്ചതാക്കാൻ നിങ്ങൾ കുറച്ച് ശ്രമം നടത്തും. നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെയിരിക്കാൻ ഈ സമയം കഴിയും. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നിങ്ങൾ പലപ്പോഴും അല്പം അശ്രദ്ധരാകാം. ഇതിന്റെ പ്രതികൂല ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകും. അതിനാൽ ഈ ആഴ്ച പണം ലാഭിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ മുതിർന്നവരുടെ ഉപദേശവും അനുഭവവും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. ഈ ആഴ്ച നിങ്ങളുടെ മോശം പെരുമാറ്റം കാരണം ഒരു ഉറ്റ ചങ്ങാതിയോ കുടുംബമോ തമ്മിലുള്ള നിങ്ങളുടെ ബന്ധം വേർപിരിയാം. ഇത് കുടുംബജീവിതത്തെ നേരിട്ട് ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വഴക്കം കൊണ്ടുവരിക, മറ്റുള്ളവരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ അഭിനിവേശത്തിനും സമർപ്പണത്തിനും നിങ്ങൾ തിരിച്ചറിയും. നിരവധി വലിയ ഉദ്യോഗസ്ഥർ നിങ്ങളെ കണ്ടുമുട്ടാനും പ്രോത്സാഹിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ചില പ്രധാന വിഷയ പുസ്തകങ്ങൾ കാണാത്തതുമൂലം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നേരിടേണ്ടിവരാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. കൂടാതെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ദേഷ്യം തോന്നും. അതിനാൽ ശാന്തനായിരിക്കെ സ്വയം ശപിക്കുന്നതിനേക്കാൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. തുരങ്കത്തിന്റെ അറ്റത്ത് ഇതുവരെ ഒരു പ്രകാശവും കാണുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിയാൽ ജീവിതം ഒരു ആവേശകരമായ ഘട്ടത്തിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും. ഈ പ്രക്രിയയിൽ നിങ്ങൾ അല്പം അമിതമായി ജോലി ചെയ്യുന്നുണ്ടാകാം. സ്വയം ശ്രദ്ധിക്കുക. നക്ഷത്രാധിപനായ കുജന് കേതുയോഗമുള്ളതിനാൽ സുഗമമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും തടസ്സങ്ങൾ വരുന്നതിനിടയുണ്ട്. അതിനാൽ അമിതമായ ആത്മവിശ്വാസം നന്നല്ല. കൂട്ടുകെട്ടിൽ നിന്നും കൈപ്പുരസം അനുഭവിക്കേണ്ടി വന്നേക്കും. തൊഴിൽ രംഗത്ത് സാമാന്യം തൃപ്തിയുണ്ടാവും. മേലധികാരിയുടെ വിശ്വാസ്യതയാർജിക്കും. പുതിയ പ്രോജക്റ്റുകളുടെ ചുമതല ലഭിക്കുന്നതാണ്. കാര്യാലോചനകളിൽ അംഗീകാരമുണ്ടാവും. കുംഭക്കൂറുകാരുടെ ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിന് ഏറ്റവും പ്രസക്തിയുള്ള സന്ദർഭമാണിപ്പോൾ. ഊഹക്കച്ചവടത്തിൽ കരുതലുണ്ടാവണം. കാര്യവിജയമുണ്ടാവുമെങ്കിലും ഒരുപാട് ഊർജ്ജം ചെലവഴിക്കേണ്ടി വരുന്നതായിരിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം സാമാന്യമായിട്ടാവും. പ്രവർത്തനമണ്ഡലം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നതാണ്. കരാറുകൾ പുതുക്കപ്പെടും. കൂട്ടുകച്ചവടത്തിൽ കൂടുതൽ കരുതൽ പുലർത്തേണ്ട സന്ദർഭമാണ്. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാനിടയുണ്ട്. മകന്റെ നിർബന്ധശീലത്താൽ കൊക്കിൽ ഒതുങ്ങുന്നതിലധികം പാരിതോഷിക രൂപേണ നൽകേണ്ടിവരാം. രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലപ്രദമാവും. ചൊവ്വ, ബുധൻ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. സ്വയം ആലസ്യത്തിന് കീഴടങ്ങിയും ചിലപ്പോൾ അതിജീവിച്ചും മുന്നോട്ടു നീങ്ങും. 5-ലെ വ്യാഴം ആലോചനകളെ ക്രിയാത്മകമാക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നിരന്തര പരിശ്രമം ആവശ്യമായി വന്നേക്കും. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ചെലവുകൾ ചുരുക്കേണ്ടതാണ്. അപരിചിതരുമായുള്ള സംസർഗാദികൾ ഒഴിവാക്കുക ഉചിതം. സത്യം മറച്ചുവെച്ച് പെരുമാറേണ്ടി വരുന്നത് മനസ്സിനെ വിഷമിപ്പിക്കാം. നിലവിലെ സ്ഥിതി തുടരുകയാവും തത്കാലം നല്ലത്. ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ പതിവാകാം. മീനം രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച എയ്റോബിക്സ് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിന് അനുകൂലമായ മാറ്റം വരുത്താൻ സഹായിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്ത് ഈ ആഴ്ച നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതിനാൽ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ഈ ആഴ്ച വീട്ടിൽ സന്ദർശിക്കുന്ന ഏതെങ്കിലും അതിഥി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അവരുടെ ക്ഷേമത്തിനായി നിങ്ങൾ വളരെയധികം ചെലവഴിക്കേണ്ടിവരാം. അത് നിങ്ങൾക്ക് ധാരാളം പണം ചിലവാക്കും. ഇതുമൂലം നിങ്ങൾക്ക് ഒന്നിലധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. വീട്ടിലെ അംഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുകയോ സിനിമ കാണുകയോ ചെയ്യുന്നത് ഈ ആഴ്ച നിങ്ങളെ ശാന്തവും സന്തോഷപ്രദവുമാക്കും. കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായി സമ്മാനങ്ങൾ കൈമാറാൻ ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. ഈ ആഴ്ച സംയമനവും ധൈര്യവും പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മൈതാനത്തെ നിരവധി സഹപ്രവർത്തകർ നിങ്ങളെ എതിർക്കുന്നത് പോലെ സമാനമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാം. വീട്ടിൽ നിന്ന് അകലെ നല്ലതും വലുതുമായ ഒരു കോളേജിൽ പ്രവേശനം നേടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തവണ സാധ്യതകൾ കുറച്ചുകൂടി അനുകൂലമായി മാറും.
അതിനാൽ ഇതിനായി നിരവധി വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പിന്തുണ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ കാലയളവിൽ ഏതെങ്കിലും കാരണത്താൽ ഷോർട്ട് കട്ട് എടുക്കുന്നത് ഒഴിവാക്കുക, അല്ലാത്തപക്ഷം നിങ്ങൾ ജീവിതത്തിൽ ഖേദിക്കേണ്ടിവരും. മീനം ഇപ്പോൾ മാറ്റത്തിന്റെ രാശിയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണെന്ന് വളരെ വേഗം ആളുകൾ മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ വേണ്ടപ്പെട്ട ആരെയെങ്കിലും അവർ ഇഷ്ടപ്പെടുന്ന സ്വന്തം വഴിയെ പോകാൻ പ്രോത്സാഹിപ്പിക്കാം, അറിഞ്ഞോ അല്ലാതെയോ. സ്വയം ആലസ്യത്തിന് കീഴടങ്ങിയും ചിലപ്പോൾ അതിജീവിച്ചും മുന്നോട്ടു നീങ്ങും. 5-ലെ വ്യാഴം ആലോചനകളെ ക്രിയാത്മകമാക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നിരന്തര പരിശ്രമം ആവശ്യമായി വന്നേക്കും. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ചെലവുകൾ ചുരുക്കേണ്ടതാണ്. അപരിചിതരുമായുള്ള സംസർഗാദികൾ ഒഴിവാക്കുക ഉചിതം. സത്യം മറച്ചുവെച്ച് പെരുമാറേണ്ടി വരുന്നത് മനസ്സിനെ വിഷമിപ്പിക്കാം. നിലവിലെ സ്ഥിതി തുടരുകയാവും തത്കാലം നല്ലത്. ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ പതിവാകാം. ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ ഏറ്റെടുക്കേണ്ടിവരും. പരാശ്രയം തേടുന്നതായിരിക്കും. വിജയത്തിന്റെ പാത പൂവിരിച്ചതല്ലെന്ന് തിരിച്ചറിയും. കലാവാസന, പാണ്ഡിത്യം മുതലായവ മാറ്റിവെച്ച് പ്രായോഗികമായി ചിന്തിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ ലഭിച്ചേക്കാം. സാമ്പത്തികമായി മോശം സ്ഥിതിയാവില്ല. ഗൃഹത്തിന്റെ നവീകരണം പൂർത്തിയായേക്കും. കാര്യതടസ്സത്തതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുവാനാവും. പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ മറുതന്ത്രങ്ങൾ പയറ്റി ദുർബലപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ചന്ദ്രബുധയോഗമുള്ളതിനാൽ തീരുമാനങ്ങൾ ബൗദ്ധികമായിരിക്കും. ലഘുപ്രയത്നത്താൽ വിജയിക്കാനാവും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ നേരം നീക്കിവെക്കും. ബന്ധുക്കളുടെ നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ ജോലിഭാരം കൂടാനിടയുണ്ട്. ആഡംബര ചെലവുകൾ ഒഴിവാക്കണം. ആകസ്മിക യാത്രകൾ ഉണ്ടാവുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല നില വരാം. ഭൂമിയിൽ നിന്നുള്ള ആദായം വന്നെത്തും. സംരംഭങ്ങളുടെ ആരംഭത്തിന് അല്പം കൂടി കാത്തിരിക്കുന്നത് ഉചിതമാവും. ഞായർ, വ്യാഴം, ശനി ദിവസങ്ങൾക്ക് ശുഭത്വം കുറയാം.